അവയവദാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിന് അഭിമാനമായി ഒരു MLA. ആനക്കൽ മണ്ഡലം MLA ജോഷി ജനാർദ്ദനനാണ് രണ്ട് വൃക്കകളും തകരാറിലായ പെൺകുട്ടിക്ക് സ്വന്തം വൃക്ക കൊടുത്തുകൊണ്ട് മാതൃകയാവുന്നത്. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇതിന്റെ കടമയാണെന്നും ശ്രീ ജോഷി ജനാർദ്ദനൻ പറഞ്ഞു. സോഷ്യൽ മീഡിയകളിലൂടെ ഈ നന്മ യുവാക്കൾ ഏറ്റെടുത്തത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. എവിടെയാണോ? ഗ്രൗണ്ട് ഫ്ലോറിലാ. അവിടെയാണെന്ന് തോന്നുന്നു. മരുന്ന് കഴിക്കേ. ആ കൊടയിങ്ങതാ. എന്താ സിസ്റ്റർ? അതാണോ വാവച്ച? കൊടയിങ്ങതാ. കൊടയിങ്ങതാ വാവച്ച, പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നേ. ആ ഇനി മരുന്ന്. വാ തുറന്നേ, വാ തുറന്നേ. ആ ഇറക്ക്. വാവയാണോ? വാവയാണ്. എന്നാൽ അച്ഛനാണോ? അച്ഛനുമാണ്. അതാണ് നമ്മുടെ വാവച്ചൻ. അതെ, ഇതും കുടിച്ച് 2 ദിവസത്തിനകം ഇവിടുന്ന് പൊക്കോണം. കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് പിടിച്ചോ. വന്നിട്ടുണ്ട്. ആണോ? സിസ്റ്റർ നോക്കണേ. എവിടെ? അവിടെ സാറിന്. മേ കമിൻ സർ? ശരി സർ. അച്ഛനെ ഞാൻ ഇപ്പോഴാ ശരിക്കും മനസ്സിലാക്കുന്നത്. ഞെട്ടിച്ചു കളഞ്ഞു അച്ഛൻ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. പ്രാർത്ഥിച്ചാ മതിയെന്ന്. ഞാനുണ്ടല്ലോ അവിടെ. അതായിപ്പോ എന്റെ ആശ്വാസം. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഒപ്പം ഉണ്ടാവും ഞാൻ. അതെന്റെ അവകാശമല്ലേ. നിന്റെ അച്ഛന് തോന്നണം നിന്റെ സെലക്ഷൻ തെറ്റിയില്ല. ഒരു അസല് മരുമകൻ. ആം ഐ കറക്റ്റ്? മരുമകനായിട്ടല്ലട, ഒരു മകനായിട്ട് കൂടെ ഉണ്ടാവും. ടെൻഷനൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടാ VIP അല്ലേ, ഹൗസ് സർജൻസിക്കാർക്ക് വരെ നിയന്ത്രണം ഉണ്ടെന്നേ. അകത്തേക്കൊന്നും കയറി പോകാൻ പറ്റില്ല മിച്ചു. എടാ അവിടെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എടാ റൗണ്ട്സിന് സമയമായി, നീ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഫോൺ സൈലന്റിലായിരിക്കും. മിച്ചു, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നെ ഒന്ന് കാണണം. മിച്ചു, എന്റെ ഫോൺ ഇപ്പൊ കട്ടാവും. ഞാൻ റീചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം. വെറുതെ സംസാരിക്കാനല്ലടി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ. ദീപക്, നീ ഇപ്പൊ എവിടെയാ? ഇവിടെ എല്ലാരും പറയുന്നു നീ രക്ഷപ്പെട്ടു. തെന്നിമല വഴി കട്ട് ചെയ്ത് പോയാ പിന്നെ നിന്നെ പിടിക്കാൻ പറ്റില്ലെന്ന്. എവിടെയാ തെന്നിമല? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേക്കണേ.
എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചേ? ഞാൻ പറഞ്ഞില്ലേ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. ഞാനാ അവനെ സ്നേഹിച്ച്. അത് തെറ്റാണെങ്കിൽ ഞാനാ അത് ചെയ്തത്. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുക. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞതല്ലേ, അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. അവനല്ല, ഞാനാ അത് ചെയ്തത്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. അവനെ follow you. വിട്ടേക്ക്. ശരി സാർ. മീനു, ഈ സമയത്ത് അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. നമ്മുടെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവനോട് ചോദിച്ചു. അത് പിന്നെ ചോദിക്കണ്ടേ? അതിനിങ്ങനെ വയലൻ്റായി ഓടിക്കളയാന്ന് വെച്ചാൽ നീ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാ നിന്നെ കൊണ്ട് വിളിപ്പിച്ചത്. ഇങ്ങനെ ഓടി എന്തെങ്കിലും പറ്റിപ്പോയാ അവനെ തിരികെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചാൾ ക്ഷമിക്കട്ടെ. എന്നിട്ടും ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിത്തരാം. മീനുനെ അറിഞ്ഞൂടെ അച്ഛനെ? അതെ, ബാസി ചേട്ടൻ അച്ഛനെ മിനിക്കാ മതി, എന്റെ അടുത്ത് വേണ്ട. ഇത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല, വേറെന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. എന്റെ ഫോണിങ്ങതാ. മീനു, അവനെവിടെ എത്തും? ഹലോ ദീപു. ഹലോ, കേൾക്കുന്നില്ലേ? എടാ, നമ്മൾ സംശയിച്ചത് ശരിയാ. അയാൾ മരിച്ചു. നീ പ്രൊഫസറോട് സംസാരിക്കാൻ പോയതാ എന്റെ പേടി. നോക്ക്, അവര് വെറുതെ ഇരിക്കില്ല. നമ്മൾ സൂക്ഷിക്കണം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ?